എംപിമാർ മത്സരിക്കുന്നത് അഭികാമ്യമായ കാര്യമല്ലെന്ന് കെ ബാബു. ഒരാൾക്ക് അനുവാദം കൊടുത്താൽ മറ്റുള്ളവരും ചോദിക്കും. വീണ്ടും തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം വരുമെന്നും കെ ബാബു പറഞ്ഞു. അതിനകത്ത് എൻ്റെ നിലപാട് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. കാരണം ഞാനത് സുധാകരൻ്റെ കാര്യമല്ല, എംപിമാർ മത്സരിക്കുന്നത് ഇപ്പം ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം വീണ്ടും ഉപതെരഞ്ഞെടുപ്പുകൾ അടിച്ചേൽപ്പിക്കുകയും അത് വലിയ പ്രവർത്തകർക്കൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് മാത്രമല്ല, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞവരാണ് എക്സിനൊരു അനുവാദം കൊടുത്തു. അപ്പോൾ വൈ ചോദിക്കും വൈക്ക് എന്താ തരാത്തതെന്ന്, അപ്പോൾ ഇസഡ് ചോദിക്കും ഇസഡിന് എന്താ തരാത്തതെന്ന്. അതുകൊണ്ട് അത് അഭികാമ്യമല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ബി.ജെ.പിയുടെ ഏകപക്ഷീയമായ നീക്കത്തിനെതിരെ ഘടകകക്ഷികൾ രംഗത്ത്. സ്ഥാനാർത്ഥികളെ ഏകപക്ഷീയമായി തീരുമാനിക്കരുത് എന്നാവശ്യപ്പെട്ട് ഘടകകക്ഷികൾ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കത്തയച്ചു. അധ്യക്ഷന്റെ സാന്നിധ്യത്തിൽ ഉഭയകക്ഷി ചർച്ച വേണം. 15-നകം ചർച്ച എന്ന വാഗ്ദാനം പാലിക്കപ്പെട്ടിട്ടില്ലെന്നും വിമർശനമുണ്ട്. സോഷ്യലിസ്റ്റ് ജനതാദൾ, ശിവസേന, നാഷണൽ പീപ്പിൾസ് പാർട്ടി, ലോക് ജനശക്തി, കേരള കാമരാജ് കോൺഗ്രസ് എന്നിവരാണ് കത്തയച്ചത്. പത്തനംതിട്ട കോന്നിയിൽ അടൂർ പ്രകാശനായി പോസ്റ്റർ. അടൂർ പ്രകാശനെ തഴഞ്ഞ് ഹൈക്കമാൻഡ് ആരെ ഇറക്കിയാലും കോന്നിയിൽ പ്രകാശം പരക്കില്ലെന്നും ഈഴവ സമുദായത്തെ തഴഞ്ഞാൽ കോൺഗ്രസിന് കനത്ത പ്രത്യാഘാതം ഉണ്ടാകും എന്നുമാണ് പോസ്റ്ററിൽ ഉള്ളത്. ശബരിമല യുവതീ പ്രവേശനത്തിൽ ആചാര സംരക്ഷണത്തെ അനുകൂലിച്ച് സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കും. കേസിൽ ഉൾപ്പെട്ട എല്ലാ കക്ഷികൾക്കും രേഖാമൂലമുള്ള വാദങ്ങൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഏപ്രിൽ 7-ന് വിശദമായ വാദം തുടങ്ങും. കിരൺ ബാബു ഉണ്ട്. കിരണ്, സർക്കാരിന് സംബന്ധിച്ചിടത്തോളം ഒരു യു ടേൺ ആണ്. പക്ഷേ ഇപ്പോൾ സാഹചര്യത്തിൽ അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. എന്താകും കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുക? രഞ്ജിത്ത്, ഈ വിഷയത്തിൽ സർക്കാരിൻ്റെത് തികഞ്ഞും യു ടേൺ ആണെന്ന് തന്നെ പറയാം. നേരത്തെ വി.എസ്. അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് നൽകിയിരുന്ന സത്യവാങ്മൂലത്തിൻ്റെ ഒരു ഭാഗം മാത്രമെടുത്താണ് ഇപ്പോൾ നൽകുന്നത്. ഈ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈദുമായി ബന്ധപ്പെട്ട ആചാര്യന്മാരുമായി അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അറിവുള്ളവരുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാം. ആ ഭാഗത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ്. പക്ഷേ സർക്കാർ പരസ്യമായി നിലപാടെടുത്താണ് ശബരിമലയിൽ 2018 വിധി അനുസരിച്ച് ശബരിമലയിൽ എല്ലാ പ്രായത്തിലുള്ള യുവതികളെ പ്രവേശിക്കാൻ, സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചുള്ള സുപ്രീം കോടതി വിധി നടപ്പാക്കുമെന്നുള്ള നിലപാടും അത് നവോത്ഥാന നിലപാടാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പരസ്യമായി തന്നെ കേരളത്തിൽ വലിയ നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ പേരിൽ വനിതാ മതിലൊക്കെ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തതാണ്. സർക്കാരിൻ്റെ അക്കാലത്തെ നിലപാടുകളൊക്കെ വളരെ വ്യക്തമായിരുന്നു. ഇന്ന് ആ നിലപാടിൽ നിന്ന് തികച്ചും പിന്നോക്കം പോയിക്കൊണ്ട് ആദ്യം നൽകിയ വി.എസിൻ്റെ കാലത്ത് ആദ്യം നൽകിയ സത്യവാങ്മൂലത്തിലെ ചില ഭാഗങ്ങൾ മാത്രമെടുത്ത് ഈ ആചാരങ്ങൾ തീരുമാനിക്കുമ്പോൾ അത്തരം ആളുകളുമായിട്ടൊക്കെ ചർച്ച നടത്തണം എന്നുള്ള ഭാഗം മാത്രമെടുത്ത് അത് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് സത്യവാങ്മൂലം നൽകുക എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കുക എന്നാണ് ഇപ്പോൾ അറിയുന്നത്. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവച്ചു. ശബരിമല യുവതീ പ്രവേശനത്തിൽ അഭിപ്രായം പറയേണ്ടത് വിദഗ്ധ സമിതി എന്നാണ് മന്ത്രി വി.എൻ. വാസവൻ എന്ന് പറഞ്ഞത്. യുവതീ പ്രവേശനം തീരുമാനിക്കേണ്ടത് പണ്ഡിതരാണ്. ഇത് നേരത്തെ കോടതിയെ അറിയിച്ചു. തങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞത് പാർട്ടി നിലപാടാണെന്നും മന്ത്രി പറഞ്ഞു. ഇന്നലെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് പാർട്ടി നിലപാടാണ് അദ്ദേഹം വിശദീകരിച്ചത്. പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ആചാരകാര്യങ്ങളിൽ പാണ്ഡിത്യമുള്ളവരും ഒപ്പം സാമൂഹ്യ പരിഷ്കർത്താക്കളും ഉൾപ്പെടെയുള്ള വിദഗ്ധ സമിതിയായിരിക്കണം അത് സംബന്ധിച്ച് അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതെന്നുള്ള അഭിപ്രായം 2007 സുപ്രീം കോടതി മുമ്പാകെ സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ആ കാര്യം നമ്മൾ കൂട്ടിച്ചേർക്കും. എല്ലാ കാലത്തും വിശ്വാസികളുടെ താല്പര്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് നിലപാടായിരിക്കും ഗവൺമെൻറ് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യവും പറയും. അല്ല, മറ്റേ യുവതീ പ്രവേശനത്തെ സംബന്ധിച്ച് ചോദിക്കുന്ന ഘട്ടത്തിൽ അത് സംബന്ധിച്ച കാര്യവും പറയും. അല്ലൊരു നിലപാട് മാറ്റമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. നിലപാട് മാറ്റം ഞങ്ങൾക്ക് ഇത് മുമ്പ് 2007 കൊടുത്തിട്ടുള്ളതല്ലേ. 2007 അഫിഡവിറ്റിനകത്ത് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആചാരപരമായ കാര്യത്തിൽ പാണ്ഡിത്യമുള്ളവരായിരിക്കണം എന്ന കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഇപ്പൊ ചോദിച്ചുള്ള കോടതി യുവതീ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് നിലപാടല്ല, മറിച്ച് ഈ ഭരണഘടനാപരമായ പ്രശ്നങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് കോടതിയെ. അതിനും നമ്മൾ റിപ്ലൈ കൊടുക്കാൻ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറലെയും അതുപോലെ തന്നെ നമ്മൾ സുപ്രീം കോടതിയിലെ ഭരണഘടനാ വിദഗ്ധന്മാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരതിനനുസരിച്ച് കൊടുക്കും. ശബരിമല യുവതീ പ്രവേശനത്തിൽ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് സംസ്ഥാന സർക്കാർ ഉചിതമായ മറുപടി നൽകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. 7 ചോദ്യങ്ങളാണ് സുപ്രീം കോടതിയിൽ മറുപടി നൽകേണ്ടത്. ഇതിൽ യുവതീ പ്രവേശനം വേണോ എന്ന ചോദ്യമില്ല. വിശ്വാസികളുടെ വികാരം CPM എല്ലാ കാലത്തും മാനിച്ചിട്ടുണ്ട്. ആചാരപരമായ കാര്യങ്ങളിൽ കോടതികളല്ല തീരുമാനമെടുക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. ആ 7 ചോദ്യങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ സ്ത്രീകളുടെ പ്രവേശനം വേണോ വേണ്ടിയോ എന്നുള്ള ചോദ്യമില്ല. അതുകൊണ്ട് അതിൻ്റെ മേലെ വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തേണ്ട കാര്യമില്ല. അത് കോടതിയുടെ ഭാഗമായിട്ട്
ഭരണഘടനാപരമായിട്ടുള്ള പരിശോധനയാണ്. അതിപ്പോൾ എല്ലാ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രശ്നം. ഏതെങ്കിലും ഒരു പ്രശ്നം മാത്രമല്ല, ശബരിമല പ്രശ്നം മാത്രമല്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. ആചാരം സംബന്ധിച്ച് നിയമപരമായ അല്ലെങ്കിൽ ഭരണഘടനാപരമായ പ്രശ്നം മാത്രമല്ല, ആചാരം അതുപോലെ തന്നെ സാമൂഹ്യ പരിസ്ഥിതിയുടെ അല്ല, ലിംഗസമത്വം മാത്രമല്ല, നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനാവശ്യമായ രീതിയിലുള്ള പരിശോധിക്കാനാവുക ഗവൺമെൻറ്റിനോ ഹൈക്കോടതിക്കോ കോടതിക്കോ അല്ല, മറിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഫലപ്രദമായിട്ട് അറിവുള്ള ആളുകൾ, അത് ആചാരത്തിൻ്റെയോ ആവാം പരിഷ്കാരത്തിൻ്റെയോ ആവാം, അവരുമായി ചർച്ച നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് പൊതുവെ ഞങ്ങൾ അന്നേ പറഞ്ഞത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാരിന് വിശ്വാസികളെ പറ്റിക്കുന്ന നിലപാടെന്ന് വി മുരളീധരൻ. ക്ഷേത്രാചാരങ്ങളിൽ സർക്കാരോ കോടതിയോ ഇടപെടാൻ പാടില്ല എന്ന് സർക്കാർ പറയുമോ എന്നും വി മുരളീധരൻ പറഞ്ഞു. അല്ല, സർക്കാരിന് അങ്ങനെ ഉണ്ടെങ്കിൽ സർക്കാരിന്റെ സ്ഥിരമായിട്ടുള്ള നിലപാടാണോ അത്? ഇത് ശബരിമലയുടെ ഈ കേസിന്റെ കാര്യത്തിൽ മാത്രമാണോ എന്ന് അവർ വ്യക്തമാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ ഈ നിലപാട് പണ്ടേ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. സർക്കാരിന് ഇക്കാര്യത്തിൽ പക്ഷേ അന്ന് സർക്കാർ എടുത്ത സമീപനം വേറെയായിരുന്നു. സർക്കാർ ആ സമീപനം എടുത്തതിന്റെ പേരിലാണ് കേസുകൾ ഉണ്ടായത്. ആ സമീപനം തെറ്റായിരുന്നുവെങ്കിൽ കേസുകൾ കൂടി പിൻവലിക്കണം. പിന്നെ യുവതീ പ്രവേശനവും ആചാരങ്ങളും തമ്മിൽ കൂട്ടിക്കെട്ടേണ്ട ലിംഗസമത്വത്തിന്റെ വിഷയമാക്കിയിട്ട് മാറ്റേണ്ട ആവശ്യമില്ല. NSS പത്തനാപുരം താലൂക്ക് യൂണിയനിലെ ഭിന്നതയിൽ പ്രതികരണവുമായി മന്ത്രി KB ഗണേഷ് കുമാർ. NSS പത്തനാപുരത്ത് കെട്ടിപ്പടുത്തത് R ബാലകൃഷ്ണപിള്ള. 100 കോടി രൂപ ആസ്തി കൈക്കലാക്കാനുള്ള ശ്രമമാണിത്. താൻ മതേതരവാദിയാണ്. തന്നെ ഒരു ദിവസം മാറ്റുമ്പോൾ ജനാധിപത്യ ധ്വംസനമുണ്ടോ എന്ന് സംശയിക്കണം. രാജിക്കത്ത് നൽകാൻ തയ്യാറെന്നും അത് വാങ്ങാതെ എന്തിന് ചെയ്തുവെന്നും അറിയില്ല. NSSലേക്ക് താൻ ഓടിളക്കി വന്നയാളല്ല. G സുകുമാരൻ നായർക്കൊപ്പം നിൽക്കണമെന്നത് അച്ഛന് നൽകിയ വാക്കാണ്. പത്മ കഫയിൽ അഴിമതിയില്ല. എല്ലാവർക്കും വിമർശിക്കാൻ അവസരമുണ്ട്. വെള്ളാപ്പള്ളിയെ ബഹുമാനിക്കുന്ന ആളാണ് താനെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. NSSന്റെ വിഷയം എന്ന് പറയുന്നത് R ബാലകൃഷ്ണപിള്ള. നിങ്ങൾക്കറിയാം, അദ്ദേഹം 64 വർഷം പത്തനാപുരം NSS താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹമാണ് പത്തനാപുരം NSS താലൂക്ക് യൂണിയനെ കെട്ടിപ്പടുത്തത്. മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തെ ചുമതല ഏൽപ്പിക്കുമ്പോൾ പുനലൂരിൽ ഒരു ചെറിയ മുറിയിൽ തറയിൽ പായിട്ടാണ് NSS താലൂക്ക് യൂണിയൻ തുടങ്ങുന്നത്. ഇന്ന് പത്തനാപുരം NSS താലൂക്ക് യൂണിയന് R ബാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ 64 വർഷം കൊണ്ട് 300 കോടി രൂപയുടെ ആസ്തിയുണ്ട്. ആസ്തി കൈക്കലാക്കാനുള്ള പരിപാടിയുടെ ഭാഗമാണ് ഇത്. NSSനോട് ഒരു എതിർപ്പുമില്ല. എനിക്കിപ്പോൾ ഇതൊന്നും ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. ഞാനൊരു മതേതര വിശ്വാസമായ രാഷ്ട്രീയ പ്രവർത്തകനാണ്. എനിക്ക് എല്ലാ സമുദായക്കാരും ഒരുപോലെ ഉള്ളൂ. NSS ഒരുപോലെ തന്നെ, മറ്റുള്ളവരും ഒരുപോലെ തന്നെ. ഞാൻ മതേതര വിശ്വാസിയായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിക്കുന്ന, അവിടെ നിന്നും NSSന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്നെ തെരഞ്ഞെടുത്ത്, ഞാൻ വളഞ്ഞ വഴി കൂടെ വന്നതല്ല, വോട്ടിട്ട് തെരഞ്ഞെടുത്താണ്. എന്നെ ഒരു ദിവസം രാവിലെ മാറ്റുമ്പോൾ അതിനെന്തെങ്കിലും ജനാധിപത്യ ധ്വംസനമുണ്ടോ എന്നുള്ള കാര്യം മറ്റുള്ളവർ പരിശോധിക്കേണ്ടതാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ വ്യക്തമായി കേൾക്കണം. എന്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എനിക്ക് ചില ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ഉപദേശങ്ങൾ G സുകുമാരൻ നായർ സാർ, NSSന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന G സുകുമാരൻ നായർ സാർ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ എതിർക്കരുത്, അദ്ദേഹത്തിന് കൂടെ നിൽക്കണമെന്ന്. അതെന്റെ അച്ഛനോട് ഞാൻ കൊടുത്ത വാക്കാണ്. അത് ഞാൻ പാലിക്കും. പത്മ കഫയിലൊന്നും ഒരു അഴിമതിയില്ല. പത്മ കഫയെ പണിഞ്ഞിട്ടു, അതിനകത്ത് കണക്കെടുത്ത് പരിശോധിക്കുക. ഞാൻ കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്ത KSRTC, വനം വകുപ്പ്, ഇതെല്ലാം സിനിമ, ഇതെല്ലാം സ്പോർട്സ്, ഇതെല്ലാം കൈകാര്യം ചെയ്ത ഗണേഷ് കുമാർ പണമെടുത്തു എന്ന് പറഞ്ഞാൽ ആ പണം അവൻ തലയ്ക്കെന്തോ അസുഖം, ആ പറഞ്ഞവനെന്തോ അസുഖം ഉണ്ടെന്നല്ലേ വിചാരിക്കുള്ളൂ. എനിക്ക് പണത്തിന്റെ ആവശ്യമുണ്ടോ? എനിക്ക് 50 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ ജീവിക്കാൻ അറിയാം. 50 രൂപ ഉണ്ടെങ്കിൽ അത് പോക്കറ്റ് ഇട്ടിട്ട് വീട്ടിലിരിക്കാനും എനിക്കറിയാം. അതുകൊണ്ട് എന്നെ പൈസയുടെ കണക്ക് പഠിപ്പിക്കില്ല. കോടിക്കണക്കിന് രൂപ കണ്ടു വളർന്നവനാണ് ഞാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.